ഗായ്സ്, ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില അബദ്ധങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ന്യൂ ചാനൽ ഡ്രീമി ട്യൂബ് മാളു. സീറോ ഇൻവെസ്റ്റ് മുതൽ കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്നാലോ കൃത്യമായൊരു പ്ലാനിങ് ഇല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ നല്ല മുട്ടൻ പണി കിട്ടും. ഈ അബദ്ധങ്ങൾ ചിലപ്പോൾ വലിയ നഷ്ടങ്ങളിലേക്ക് വരെ നയിക്കാം. എങ്കിൽ അബദ്ധങ്ങളിൽ പെടാതെ നമുക്ക് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കിയാലോ? എക്സസീവ് സ്റ്റോക്ക് പർച്ചേസ്. ആദ്യമേ തന്നെ വലിയ രീതിയിൽ പണം മുടക്കി ഒരിക്കലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഇത് ഒട്ടുമിക്ക പേരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്. നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. അതും കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ പണം മുഴുവൻ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നത് വളരെ മണ്ടത്തരമായ കാര്യമാണ്. ആദ്യം തന്നെ കുറഞ്ഞ അളവിൽ സാധനങ്ങൾ വാങ്ങി വിപണി പഠിക്കുക. രണ്ടാമത്തെ പോയിന്റ്, കീപ് യുവർ ബിസിനസ് ഓപ്പറേഷൻസ് പ്രൈവറ്റ്. ബിസിനസ് ആശയങ്ങൾ തുടക്കത്തിൽ തന്നെ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. പ്ലാൻ 100% ഉറപ്പില്ലാത്തവരോട് ഒരിക്കലും ഷെയർ ചെയ്യരുത്. അവർ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. ഇത് നടക്കില്ല, നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ പറഞ്ഞ ഫേമസ് ബിസിനസ്മാനും എൻ്റർപ്രണറുമായ എലൻ മസ്കിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. വാട്ട് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് ബി യുവർ നോയ്സസ്. നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക, നിങ്ങളുടെ വിജയം ലോകത്തെ അറിയിക്കട്ടെ. ചൈനീസ് ഫിലോസഫറായ സുൻസു പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് യുവർ പ്ലാൻ ബി ഡാർക്ക് ആൻഡ് ഇംപെരിറ്റബിൾ ആസ് നൈറ്റ് ആൻഡ് വെൻ യു മൂവ് ഫോൾ ലൈക്ക് എ തമ്പർ ബോട്ട്. നിങ്ങളുടെ പദ്ധതികൾ രാത്രി പോലെ ഇരുണ്ടതും മറ്റാർക്കും കടന്നു ചെയ്യാൻ കഴിയാത്തതുമായിരിക്കട്ടെ. എന്നാൽ നിങ്ങളത് പ്രാവർത്തികമാക്കുമ്പോൾ ഇടിമിന്നൽ പോലെ വേഗത്തിൽ ചെയ്യുക. ഡോണ്ട് ഓവർ തിങ്കിങ്. ബിസിനസ്സിനെ കുറിച്ച് അമിതമായി ചിന്തിക്കരുത്. സക്സസ് ആകുമോ പരാജയപ്പെടുമോ ഇതൊക്കെ ചിന്തിച്ച് സമയം വെറുതെ കളയരുത്. നമ്മുടെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക. 1 കിലോ ചിന്തയേക്കാൾ നല്ലത് 1 ഗ്രാം പ്രവൃത്തിയാണ്. അതെ, ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആത്മവിശ്വാസം തനിയെ വരും. പ്രോഡക്റ്റ് നെസസിറ്റി. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിന് ആളുകൾക്കിടയിൽ എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നത് വളരെ പ്രധാനമാണ്. ആവശ്യക്കാരുണ്ടോ? നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങാൻ ആളുകൾ തയ്യാറാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ആളുകളുടെ ഒരു കുറവ് നികത്താനോ അവരുടെ ആഗ്രഹം നിറവേറ്റാനോ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. അല്ലാത്ത പക്ഷം നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു എന്ന് മാത്രം.